ഞാൻ ആശുപത്രി മെഡിക്കൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ്. ഇപ്പോൾ സമരം ഞങ്ങളുടെ അതിശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സംശയമാണ്, എന്തിനാണ് ഇങ്ങനെ സമരം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത്? ഇവർക്ക് മാന്യമായ ശമ്പളം കിട്ടുന്നില്ലേ? ഇവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇവർക്ക് കിട്ടിയ ശമ്പളം കൊണ്ട് നിന്നാൽ പോരെ? ഇങ്ങനെയൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ രോഗികളെ ബുദ്ധിമുട്ടിപ്പിക്കുകയല്ലേ? ഒന്ന് ചിന്തിച്ചാൽ 20,000 രൂപ സാലറി കിട്ടുന്ന ഇപ്പോൾ ഫ്രഷേഴ്സായിട്ട് കയറുന്നവരോ അല്ലെങ്കിൽ ഒരു വർഷം ആയിട്ടുള്ളവരൊക്കെ 20,000 രൂപയ്ക്ക് സാലറി കിട്ടുന്നവരാണ്. പിന്നെ അതിന് മുമ്പോട്ട് പോകുമ്പോഴത്തേനും അതനുസരിച്ച് ഇൻക്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് കേരളത്തിൽ ജീവിക്കാൻ ഈ പൈസ കൊണ്ട് പറ്റുമോ? ഇതൊരു ചോദ്യമാണ്. ഇന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ കേരളത്തിലെ ഓരോ ജനങ്ങളോടുമാണ്. കേരളത്തിൽ ഒരു 90 അല്ലെങ്കിൽ 85% മേലെയുള്ള എല്ലാ വീടുകളിലും ഒരു നേഴ്സ് കാണും. നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾ കാണും. അപ്പോൾ അവർക്കറിയാം എത്രത്തോളം ചിലവ് വരുന്നുണ്ട്, എത്രത്തോളം ബുദ്ധിമുട്ട് ഒരു നേഴ്സ് സഹിക്കുന്നുണ്ട്. ഒരു കുട്ടി കയറി ചെന്നാൽ, ഒരു ഹോസ്പിറ്റലിൻ്റെ അകത്ത് കയറി ചെന്നാൽ അവരെത്രത്തോളം പീഡനം അല്ലെങ്കിൽ മാനസിക സ്ട്രെസ്സുകൾ അനുഭവിച്ചാണ് അവിടെ ജോലി ചെയ്യുന്നതെന്നെല്ലാം അറിയാം. അവരനുഭവിക്കുന്ന മാനസിക പീഡനത്തിന് പോലും ഇവർ പൈസ കൊടുക്കണം. എന്നിട്ടും ഇവരിതെല്ലാം സഹിച്ചുകൊണ്ട് കഴിയുന്നുണ്ട്. 20,000 രൂപ 25 രൂപയ്ക്ക് ഇവർ പറയുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ കേരളം ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റേറ്റാണ്. മറ്റുള്ള സ്റ്റേറ്റുകളെ വെച്ചും എക്സ്പെൻസീവാണ്. എല്ലാ കാര്യങ്ങളും എക്സ്പെൻസീവാണ്. യുദ്ധങ്ങൾ നടക്കുന്നു. ഓരോ ദിവസവും നമുക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്നാണ് നമ്മൾ എടുത്ത് കൊടുക്കേണ്ടത്. ആരും നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നില്ല. നമുക്ക് ഫ്രീ ഫുഡില്ല, ഫ്രീ അക്കോമഡേഷൻ ഇല്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സൗജന്യ ചികിത്സകൾ കിട്ടുന്നില്ല. പിന്നെ ഈ തരുന്ന സാലറിയിൽ നിന്ന് വേണം നമ്മൾ ഇതെല്ലാം കൊടുക്കാൻ. നമ്മുടെ അപ്പൻ്റെ ചികിത്സ, നമ്മുടെ അമ്മയുടെ ചികിത്സ, നമ്മുടെ സഹോദരങ്ങളുടെ ചികിത്സ, ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വേണം എടുത്തു കൊടുക്കാൻ. ഇവർ 25 രൂപ തരാം അല്ലെങ്കിൽ ഇത്ര ഞങ്ങൾ തരുന്നതുകൊണ്ട് നിങ്ങൾ അടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഓരോ ജനങ്ങളും ചിന്തിക്കണം. ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് സപ്പോർട്ട് ചെയ്യാൻ, ഞങ്ങളെ ഇന്ന് തിരിഞ്ഞു നോക്കാൻ വേറെ ആരുമില്ല. ഈ ജനങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് ചോദിക്കാനുള്ളത് ഈ ജനങ്ങളോടാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയില്ലെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ ആരുമില്ല. നിങ്ങൾ വരുമ്പോൾ ഒരിക്കലും ഞങ്ങൾ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ഏറ്റവും ഞങ്ങളുടെ സ്വന്തം കുടുംബം പോലെ, അപ്പനെ അമ്മയെ പോലെ ഏറ്റവും മാന്യമായിട്ടും ഏറ്റവും സ്നേഹത്തോടെ കെയർ ചെയ്ത് നിങ്ങളുടെ രോഗം ശമിച്ച് നിങ്ങൾ നല്ലൊരു കെയർ കിട്ടി പോകണമെന്ന് ആഗ്രഹിച്ച് കെയർ ചെയ്യുന്നവരാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ തെരുവിലാണ്. ഇന്ന് തെരുവിൽ കടന്നിട്ട് ഇപ്പോൾ 5ാമത്തെ ദിവസം കഴിയുന്നു. ഞങ്ങൾ ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് മാന്യമായ ശമ്പളം കിട്ടിയേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയാൽ ഇത് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. 1333 രൂപ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ലേ എന്ന് നിങ്ങളും ചിന്തിക്കുക. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക. Okay. Last.